ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദൈവത്തിൻ്റെ കരുണയൊഴുകുന്ന ഒരു സായാഹ്നമായത്. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം മക്കളിലേക്ക്, മനുഷ്യന് ചിന്തിക്കാനാവാത്ത, മനുഷ്യ മനസ്സ് കണ്ടിട്ടില്ലാത്ത, മനുഷ്യകരങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത ഇതാ പുതിയ അഭിഷേകത്തിലേക്ക്, പുതിയ അനുഗ്രഹത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്നത്തിൽ മക്കളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്വരമെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് സ്വീകരിക്കാനൊരു അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ. നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൈതല് ഈ സായാഹ്നത്തിൽ അവിടുന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവിടുന്ന് സ്നേഹിക്കുന്നവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അവങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ഈ ശുശ്രൂഷയിൽ നീ ഒരു അഭിഷേകം പ്രാപിക്കാൻ പോവുക. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക. ഹല്ലേലൂയ. 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 അവങ്ങളെ കർത്താവിന് നന്ദി പറയട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. നീ ആ അഭിഷേകം നീ സ്വീകരിച്ചു കഴിഞ്ഞു. നീ ആ കൃപ സ്വീകരിച്ചു കഴിഞ്ഞു. ആ സൗഖ്യം ഈ നിമിഷം നീ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മക്കൾ അതുകൊണ്ട് ഓർമ്മിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി. നീ ഒരു നിയോഗത്തിലാണെങ്കിൽ, ഒരു ദുഃഖത്തിലാണെങ്കിൽ, നിന്റെ മനസ്സിലൊരു നൊമ്പരമുണ്ട്, ദൈവ പൈതലെ ഒരു ത്യാഗത്തോടെ നീ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഉപവസിക്കണമെന്ന് പറയുന്നത്. 1-2 നേരം ഈ ദിവസം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതം അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകമായി മാറും. ഇന്ന് നോയമ്പെടുക്കാൻ പറ്റുന്നൊരു നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കൃപ മക്കൾക്ക് നൽകും. ഹല്ലേലൂയ. വച്ചതി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കൾ അതുപോലെ കുമ്പസാരിച്ചൊരുങ്ങ. വിശുദ്ധിയോടെ വചനം കേൾക്കണം. വിശുദ്ധിയോടെ വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോട് ചെയ്യുന്നവ അവർ വിശുദ്ധരായിത്തീരും. ഹല്ലേലൂയ. മക്കളെ ദൈവം ആഗ്രഹിക്കുക. മക്കളെ നന്നായിട്ട് കഴുകി കുളിപ്പിച്ചെടുക്കുന്ന മാതാപിതാക്കളല്ലേ നിങ്ങൾ? നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥത, ഒരു എന്തെങ്കിലും മാലിന്യം വന്നാൽ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം വരുമോ? അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതല്, നിന്റെ ആത്മാവിലേറ്റ കളങ്കത്തെ നീ കഴുകിക്കളയാതിരുന്നാലോ? ഹല്ലേലൂയ. അവങ്ങളെ 2 ആഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിലവിളിയാ കുമ്പസാരം. അതുകൊണ്ടാണ് നിന്റെ പാപങ്ങൾ, നീ ചെയ്തു പോയ, നീ പോലും ഓർക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ. നല്ല കുമ്പസാരം നടത്തുക. കുമ്പസാരിക്കാൻ പറ്റാത്തവരെ മറ്റ് മതവിഭാഗങ്ങളിൽ, സഭാവിഭാഗങ്ങളിൽപ്പെട്ടുള്ള മക്കൾ അനുദപിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്ന് തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക യെശയ്യാ പ്രവാചകന്റെ 54-ാം അധ്യായത്തിലൂടെയാണ്. ജനം ഇതാ വിപ്രവാസത്തിൽ ഇരിക്കുക. മടങ്ങിപ്പോകാനാവുമോ? അവരുടെ മനസ്സിൽ ഒരു ചോദ്യം കിടക്കുക. പ്രവാചകൻ വന്ന് പറഞ്ഞു, പ്രവാചകൻ പ്രവചിച്ചു, ഇതാ മടങ്ങിപ്പോകാനുള്ള സമയമായി. ഹല്ലേലൂയ. ദൈവമക്കളെ, വാഗ്ദത്ത ദേശത്തുനിന്ന് ദൂരെയായിരിക്കുന്നവർക്ക് ഇതാ സന്തോഷത്തിന്റെ വാർത്ത. നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നു. ആ മക്കൾ വന്ന് പ്രാർത്ഥിച്ചു. ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞത്, കാലയിലേക്ക് വീണിട്ട് അവൻ നന്ദി പറയാ. എഴുന്നേക്ക്, എന്ത് പറ്റിയിടാ കൊച്ചേ? അവൻ പറഞ്ഞാ ഗൾഫ് രാജ്യത്തിൽ, ഏതോ ഗൾഫ് രാജ്യത്തിൽ കഴിഞ്ഞ 6 മാസം അവൻ ജയിലിലായിരുന്നു. ഏതോ ഒരു ഗൾഫ് രാജ്യത്തിൽ 6 മാസം അവൻ ജയിലിൽ കിടക്കുകയായിരുന്നു. ദൈവമക്കളെ, ന്യായമായിട്ടും ഏതാനും വർഷങ്ങൾ കിടക്കേണ്ട ഒരു ജയിൽ ശിക്ഷ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഭാര്യ കണ്ണീരോടെ ഈ കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവർ പറയുക, അത്ഭുതമെന്ന പോലെ ഒരു ദിവസം വന്നിട്ട് അതിൻ്റെ അധികാരികൾ വന്നിട്ട് ഇവനെ കോടതിയിൽ വിളിച്ചു കെട്ടിയിട്ട് പറഞ്ഞു, നിന്റെ ടിക്കറ്റ് ഉണ്ട്, നീ ഉടനെ തന്നെ കയറി നാട്ടിലേക്ക് പൊക്കൊള്ളുക. കരങ്ങളടിച്ച് കർത്താവിൻ്റെ മഹത്വം തൊടുത്തേ. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ അടിമത്തത്തിലാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ബന്ധനത്തിലാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ദുഃഖത്തിലാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, ഇതാ നിന്റെ വിമോചനത്തിന്റെ സമയമായി. ഹല്ലേലൂയ.
സ്വരമേർത്തി ഹല്ലേലൂയ. ഒരുപക്ഷെ മദ്യപാനത്തിന്റെ വല്ലാത്ത ബന്ധനത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു കടക്കണിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതല്, സ്വന്തമായിട്ട് ഒരിഞ്ച് ഭൂമി പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ കഴിയുന്ന ഒരു ദൈവ പൈതലായിരിക്കാം. ഇല്ലെങ്കിൽ മാരകമായ ഒരു രോഗത്തിന് അടിപ്പെട്ട വ്യക്തിയായിരിക്കാം. തമ്പുരാൻ കർത്താവാ പറയണ മക്കള്, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത്, നീ വചന ഹൃദയത്തിൽ സ്വീകരിക്കുന്നെങ്കിൽ ഇതാ നിന്റെ വിമോചനത്തിന്റെ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. 54 അധ്യായം യെശയ്യാ പ്രവചനം 54 അധ്യായം 1 വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യേ, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യേ പാടിയാക്കുക. ഹല്ലേലൂയ. സന്തോഷിക്കാൻ അവകാശമില്ലാത്തവള്, പൊതുവേദിയിലേക്ക് വരാൻ പറ്റാത്തവള്, നിരന്തരം ദുഃഖിച്ചിരിക്കേണ്ടവള്, മുഖം കുരിച്ച് നടക്കേണ്ടവള്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നീ പാടിയാക്കുക. ഹല്ലേലൂയ. എന്നല്ലേ ഈ ആൾത്താരയിൽ വന്നൊരു കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. അനിയത്തി ചേടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 14 വർഷങ്ങൾ മക്കളില്ലാതിരിക്കുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് അനിയത്തി പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, അവർ ഇന്ന് ഈ കൂടാരത്തിൽ വന്നപ്പോൾ മിടുക്കനായിട്ടുള്ളൊരു മാലാഖ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞ, 14 വർഷങ്ങൾക്ക് ശേഷം ഇതാ എൻ്റെ ദൈവം എന്നോട് കരുണ കാട്ടി. ഹല്ലേലൂയ. 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 സാറായെ അനുഗ്രഹിച്ചതുപോലെ, എലിസബത്തിനെ അനുഗ്രഹിച്ചതുപോലെ, ഹന്നായെ അനുഗ്രഹിച്ചതുപോലെ ഒരു വിമോചനത്തിന്റെ, വിടുതലിന്റെ ഒരു അനുഗ്രഹം നിനക്കുണ്ടെന്ന്. ദൈവമക്കളെ, ഒരു തകർച്ചയെ കൂടെ കടന്നു പോകുമ്പോൾ ഓർത്തോണം. മാനുഷികമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഓർത്തോണം. ജീവിതത്തിൽ ഒരു ദുരിതത്തിൽ നീ മുട്ടി നിൽക്കുമ്പോൾ ഓർത്തോണം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം, ഒരു വലിയ കാര്യം, ഒരു ദൈവിക കാര്യം അവിടുന്ന് ചെയ്യാൻ പോകുന്നെന്ന്. ഹല്ലേലൂയ. അതേ മക്കള്, തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗം നമ്മളെ കാണിച്ചു തരികയായി. ഇപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ആകാശത്തെ, ഒരു പുതിയ ഭൂമിയെ നമുക്ക് വേണ്ടി തുറന്നു തരികയാ. ഹല്ലേലൂയ. ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാക്കുക. പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. അവമക്കള്, ശാപം കിട്ടിയ വ്യക്തി എന്നാണ് പഴയ നിയമം പറയുന്നത് മക്കളില്ലാത്തവരെ. ഇത് അതേ പുസ്തകത്തിന്റെ ഹൃദയത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭക്തമതികളുടെ മക്കളെക്കാൾ അധികം. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാവോ? കരങ്ങളടിച്ച് മഹത്വം കൊടുക്കാവോ? ദൈവ പൈതല്, മനുഷ്യന്റെ ഇച്ഛയോ മനുഷ്യന്റെ പ്രവർത്തനവുമല്ല, ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ പദ്ധതിയുമാണ് നിന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത കാലത്ത് പ്രാർത്ഥിക്കാമെന്നൊരു കുടുംബം, അവർ അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഈ സമയത്ത് ഒരുപക്ഷെ ശാലോം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ അവർ അമേരിക്കയിൽ ഇരുന്ന് കാണുന്നുണ്ടാവാം. ആ കുടുംബം സാമ്പത്തികമായിട്ട് ദൈവം ഉയർത്തിയ കുടുംബം വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കെതിരായിട്ട് ഒരു കേസ് വരും. ആരോ ചതിച്ചു. ആ ചതിയിൽ ഇവർ പെട്ടുപോയി. ഇവരുടെ വലിയ ബിസിനസ്സുള്ള വ്യക്തികൾക്ക് 5 പൈസ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വലിയൊരു ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ ഈ കുടുംബം ചെന്നിരിക്കുക. വലിയൊരു തകർച്ചയുടെ അങ്ങേയറ്റത്ത്. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് അവരോട് പറഞ്ഞത് ഇങ്ങനെയാ, മഞ്ഞ് പെയ്യുന്നൊരു വെളുപ്പിന്, അമേരിക്കയിലെ മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. ഒരു വെളുപ്പാങ്കാലത്ത് അപ്രതീക്ഷിതമായിട്ട് ഇതാ കോളിംഗ് ബെൽ അടിക്കുക. അവർ നോക്കുമ്പോൾ ഫയർ എഞ്ചിനൊക്കെ വന്ന് നിൽക്കുക വീടിന് മുമ്പിൽ. ഫയർ എഞ്ചിനൊക്കെ വന്ന് വലിയ അലാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വീടിന് മുമ്പിൽ അലാം മുഴങ്ങി. സ്വിച്ച് എന്നാ പറയുന്നത്, കോളിംഗ് ബെൽ അടിച്ചു. ഇവർ വിചാരിച്ചു വീടിന് തീ പിടിച്ച് കാണും. സാധാരണ അങ്ങനെ വെളുപ്പാങ്കാലത്ത് ഈ മഞ്ഞ് പെയ്യുമ്പം പിന്നെ എന്തിനു വരാനാണ് ഇവിടെ? നല്ല മനുഷ്യർ, പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുന്ന കുടുംബം. ഈ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇവർ ചാടി എഴുന്നേറ്റു. ഈ മനുഷ്യൻ ഓടി ഇറങ്ങി താഴെ വന്നു. കാരണം വീടിന് തീ പിടിച്ചെന്നാണ് ഇവരെന്നോട് പറഞ്ഞിങ്ങനെ. വീടിന് തീ പിടിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ട വസ്ത്രവും ഇട്ടുകൊണ്ട് ഇവരിറങ്ങി വെളിയിലേക്ക് ഓടി വന്നു. ഓടി വന്നപാടെ പോലീസുകാർ പിടികൂടുക ഇവരെ.
എന്നിട്ട് ഈ പോലീസുകാർ ഇയാൾ വെളിയിൽ വന്ന് ഇയാളെ പിടിച്ചു. ഭാര്യയും മക്കളുണ്ട്. ഒരു മുകളിലോട്ട് വന്ന സ്ത്രീകൾ, വനിതാ പോലീസ്, അവർ മുകളിൽ ചെന്നു. ഇവരെ അറസ്റ്റ് എന്താ കാര്യമെന്ന് ചോദിച്ചു. കാര്യം അവർ ചീറ്റിങ്ങിൻ്റെ ഒരു വിഷയമാണ് പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണല്ലോ ചീറ്റിങ്. ദൈവമക്കളെ, ആ കേസിൽ അവർ പെടുത്തി അവരെ നാളുകൾ അവർ വിഷമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ സഹോദരിയോട് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുക, അങ്ങനെ സങ്കടപ്പെട്ട് പോലീസിനെയൊക്കെ കണ്ട് എനിക്കും പോലീസിനെ പേടിയും, പ്രസംഗിക്കുന്ന എനിക്കും പോലീസിനെ പേടിയാണ്. ഇവർ പറയുക ഞങ്ങൾ വല്ലാതെ ഭയന്ന് പോയി. പെട്ടെന്ന് ഇവരുടെ വായിൽ തോന്നിയൊരു ചോദ്യം ഇതാണ്, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധാത്മാവുള്ളവരിപ്പം കൈയടിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവുള്ളവരിപ്പം കൈയടിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിവില്ല. കിടക്കപ്പായി എന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചേച്ചി ചോദിച്ചു. ഇപ്പം പറഞ്ഞു ഈ മാള് 10-20 കൊല്ലമായിട്ട് അമേരിക്കയിലുള്ളവരാ. ഇവർ മലയാളത്തിലാണ് പ്രാർത്ഥന. നോ, യു കനോട്ട് പ്രേ, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്തോ അസുഖമൊക്കെ ഉള്ള മനുഷ്യനാണ്. ഇവരെല്ലാം കൊണ്ടുവന്നു. വീണ്ടും അവൾ കെഞ്ചി, ലെറ്റ് മീ പ്രേ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു യു ക്യാൻ പ്രേ ബട്ട് ഇൻ ഇംഗ്ലീഷ്. കാരണം മലയാളത്തിൽ പറഞ്ഞ മറ്റെന്തെങ്കിലും പറയുക എന്ന് വിചാരിച്ചു. ദൈവമക്കളെ, അവർക്ക് ആകെപ്പാടെ ഇംഗ്ലീഷിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നല്ല ജോലിയൊക്കെ ചെയ്യുന്ന മകളാണ്. പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അച്ഛാ. ഞാൻ ഒറ്റ പ്രാർത്ഥനയില്ലേ, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ ഹാലോഡ് ബി ദൈ നെയിം. ദൈവമക്കളെ, ആ തകർച്ചയുടെ നിമിഷത്തിൽ അവൾ തലയിട്ടടിക്കാനല്ല, ആരുടെയെങ്കിലും സഹായം തേടാനല്ല, അവൾ സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കള്, തമ്പുരാൻ തരുന്നൊരു എല്ലാം ഉണ്ടായിരുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതാവുക. വലിയ പ്രശസ്തി ഉണ്ടായിരുന്നവര് ഒരു നിമിഷം കൊണ്ട് അവരുടെ പ്രശസ്തി മുഴുവൻ നഷ്ടപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കള്, ഈ സായാഹ്നത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ. ഈ കൂടാരത്തിൽ ചില സമയത്ത് ചില മക്കള് എല്ലാം മറന്ന് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കണം. ഈ ഭാഗത്തായിട്ട് ഒരു പെങ്കൊച്ച് എല്ലാ 2 മണി കുർബാനയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന അവൾ സുന്ദരമായിട്ട് ഡാൻസ് ചെയ്ത് നിങ്ങൾ എന്നെ നോക്കിയാലും ഇനി എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ്. പരിശുദ്ധാത്മാവിൽ ആനന്ദത്തില് അവൾ 2 മണിയാകുമ്പോൾ അവിടെ നിന്ന് മനോഹരമായിട്ട് നൃത്തം ചെയ്ത് ഏത് പാട്ട് പാടിയാലും മനോഹരമായിട്ട് ചുവടുകൾ വെച്ച് കരങ്ങൾ വീശി അവൾ കർത്താവിനെ ആരാധിക്കാം. കാരണം അമ്മ മാതാവിനെ പോലെ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. മക്കള്, നിന്റെ ഹൃദയം നിറയുമ്പോൾ പിന്നെ നിനക്ക് ചുറ്റുപാടുമുള്ളതൊന്നും വിഷയമല്ല പൈതല്. ഹല്ലേലൂയ. തിരുവചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുക, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. ആരോടായി പറയണേ? വിപ്രവാസത്തിൽ ഇരിക്കുന്നവനോട്, സ്വന്തമായിട്ട് ഒരിഞ്ച് ഭൂമിയില്ലാത്തവരോട് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. ഒരു മോൾ എൻ്റെ അടുക്ക വന്നിട്ട് ഒരു പേപ്പർ നീട്ടിയിട്ട് പറഞ്ഞാ ഒരു 3 സെന്റ് സ്ഥലം വാങ്ങിക്കാനാ. 3 സെന്റ് സ്ഥലം വാങ്ങിക്കാനാ. ഈ സ്ഥലം വാങ്ങിക്കാന്ന് വിചാരിക്കാം, പക്ഷേ കയ്യിൽ പണമില്ല. അച്ഛന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു, ദൈവമേ ഈ സ്ഥലം വാങ്ങിക്കാൻ ഇവക്ക് വീട് സ്ഥലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം കൊടുക്കട്ടെ. ഹല്ലേലൂയ. അതേ മക്കള്, ധൈര്യമുണ്ടോ? തിരുവചനം പഠിപ്പിക്കുക, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. അടുത്ത വചനം, അതിന്റെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര നീട്ടിക്കെട്ടുക. ചുരുങ്ങി ജീവിക്കാനല്ല മക്കള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്നത്. ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് കടന്നു പോകുവാനാ. നീ ചുരുക്കി കൂടാരം കെട്ടിയാൽ ആ ചുരുങ്ങിയ കൂടാരത്തിലുള്ള ദൈവം തരും. നിന്റെ കൂടാരം വിശാലമാക്കിയ മക്കള്, ഈ കൂടാരത്തിന് എന്തോരം നമുക്കറിയാം. പണ്ട് കുഞ്ഞു കൂടാരം, ഈ കൂടാരത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഈ കൂടാരത്തിൽ ദൈവമക്കൾ വന്ന് നിറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എവിടെ പോയാലും എനിക്കറിയാം, അവിടെ കൺവെൻഷന് പോകുമ്പോഴും ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. എന്തോരം കൂടാരമുണ്ടോ അത്രയും ആള്, എന്തോരം കൂടാരമുണ്ടോ അത്രയും ആള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ പൈതല് നിന്നോടാ പറയുന്നത്, നിന്റെ കൂട് പൊളിച്ചിട്ട് നിന്റെ കൂടാരം വിസ്തൃതമാക്കാൻ. ഹല്ലേലൂയ. കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കുക. ആരോടാ പറയണേ? ചങ്ങലയിട്ട് കിടക്കുന്ന ഇസ്രായേലിയരോട്, ബാബിലോണിൽ അടിമത്തത്തിൽ കിടക്കുന്നവരോട് പറയുക, നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും.
വിജന നഗരങ്ങൾ ജനനിബിഡമാവുകയും ചെയ്യും. ദൈവമക്കള് അച്ഛൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത ഇതാണ്. തമ്പുരാന്റെ സുവിശേഷം എത്തിക്കഴിഞ്ഞപ്പോ തമ്പുരാന്റെ സുവിശേഷം പരക്കും. ഇവിടെ ഉള്ളൊരു അച്ഛൻ എന്നോട് ഇപ്പം ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പറഞ്ഞു, അച്ഛന് ചെറിയൊരു രോഗപീഠയുണ്ട്, അച്ഛന് ചെറിയ ശരീരവേദന വരും. അച്ഛൻ പറയാ ദേഹം കിടക്കുന്നു വേദന. ഈ വേദനയുടെ മുമ്പിൽ വരുമ്പോ സകല വേദനകളും ഒപ്പിയെടുക്കും. അതേ മക്കളെ, ഈ കൂടാരം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ മുറിവുകൾ അവന്റെ മുറിവുകളാ നിങ്ങൾ സുഖപ്പെടാൻ വേണ്ടിയാ. അവന്റെ വേദനയാ നിങ്ങൾ സുഖപ്പെടാൻ വേണ്ടിയാ. അവന്റെ കരുണയാ നിങ്ങൾ വീണ്ടും പുനഃസൃഷ്ടി ചെയ്യപ്പെടാൻ വേണ്ടിയാ. അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇരുവശത്തേക്ക് കൊച്ചുമക്കൾ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്, യുവതിവാക്കന്മാർ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. ദൈവ പൈതല് നിങ്ങളുടെ അതിരുകൾ വിശാലമാക്കണം. കർത്താവ് നിങ്ങളെ പറ്റി വലിയ പദ്ധതിയുണ്ട് മക്കളെ. ഹല്ലേലൂയ. അനിയൻ പറഞ്ഞൊരു സംഭവം, എൻ്റെ അനിയനൊരു ഈശോസഭ വൈദികനാണ്. ഇത്തവണ വന്നപ്പോൾ അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ഏതാണ്ട് എനിക്കറിയില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, അവരുടെ കൗൺസിൽ കൂടിയിട്ട് ഇവനോട് പറഞ്ഞു, ഈ അനിയൻ അവനച്ഛനാണ്, അച്ഛനോട് പറഞ്ഞു ഇന്ന മിഷനിലേക്ക് പോവുക. കൂട്ടത്തിൽ 2 കൊച്ചുങ്ങളെ കൂടെ ഏൽപ്പിച്ചു. 2 കൊച്ചച്ഛന്മാർ, ഇവർ 3 കൊച്ചച്ഛന്മാരും. അവർ പറഞ്ഞു, എൻ്റെ സുപ്പീരിയർ അച്ഛാ, അവിടെ പോയാൽ തല തിരിച്ച് കിട്ടുമോ എന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു നേപ്പാളിലെ കാര്യം. അവൻ നേപ്പാൾ മിഷനില്ല. ഒരു വലിയ ദുർഘടമായ സ്ഥലം, ദിവസങ്ങൾ നടന്നാണ് ആ സ്ഥലത്ത് എത്താൻ പറ്റുന്നത്. അവിടെ കുറച്ച് മനുഷ്യരുണ്ട്. അവർ പറഞ്ഞു പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോഴത്തേന് അവസാനം ജസ്യൂട്ട് ടേംസ് ആണ്, ലെറ്റ് ദ മ്യൂൾ ഡിസൈഡ്. കഴുത കാര്യം തീരുമാനിക്കട്ടെ. ഇഗ്നേഷ്യസ് ലിയോള യാത്ര ചെയ്യുന്നത് കഴുതയുടെ മുകളിലാണ്. ഒരു വഴിയിൽ ചെന്നപ്പോഴത്തേന് ഇഗ്നേഷ്യസ് ലിയോളയ്ക്ക് സംശയം, ഇടതോട്ടാണോ വലതോട്ടാണോ പോകേണ്ടത്. അങ്ങനെയൊക്കെ ബുദ്ധിമാനായ ലിയോള പറഞ്ഞു, ലെറ്റ് ദ മ്യൂൾ ഡിസൈഡ്. കഴുത ഏത് വഴിക്ക് പോകുന്നോ ആ വഴിക്ക് അങ്ങ് പോകട്ടെ. ഈ കൊച്ചുങ്ങൾ പറഞ്ഞു, സുപ്പീരിയർ അച്ഛാ അല്ലെ പ്രൊവിൻഷ്യൽ അച്ഛാ, സുപ്പീരിയർ അച്ഛാ ഇത് പോകാൻ വലിയ പാടായിരിക്കും. സുപ്പീരിയർ അച്ഛൻ തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു, ലെറ്റ് ദ മ്യൂൾ ഡിസൈഡ്. ഇവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ലെറ്റ് ദ മ്യൂൾ ഡിസൈഡ്. മ്യൂൾ എന്ത് ചെയ്യും? ആ മിഷനിലേക്ക് അവരെ കൊണ്ടുപോയി. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാ. ഈ 3 പേർ അവിടെ ചെല്ലുന്നു. ഈ പാവങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ മാത്രം അറിയാവുന്ന 3 പാവങ്ങൾ, നമുക്ക് ഭാഷ അറിയാം, നേപ്പാളി ഭാഷ അറിയാം. അവരാ മിഷനിൽ ചെന്ന ആദ്യത്തെ രാത്രിയിൽ എവിടുന്നോ കുറച്ച് പേർ വന്ന് ഇവരെ തല്ലിച്ചതയ്ക്കുക. അവരെ കമ്പ് അതുകൊണ്ട് തല്ലിച്ചതച്ച് അവരവിടെ ഇങ്ങനെ മരിച്ചവരെ പോലെ ഇങ്ങനെ കിടക്കുക. രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ചെയ്തു. അവരാരോടും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നാളുകൾ അവന്മാർ രഹസ്യത്തിൽ വെച്ചിരുന്ന. കഴിഞ്ഞ ദിവസം അനിയൻ എന്തോ കാര്യം കഴിഞ്ഞ ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ എന്തോ കാര്യം പറഞ്ഞ സംഭവമായത്. ദൈവമക്കളെ, അങ്ങനെ അവരവിടെ വീണും കിടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കൊല്ലാൻ നോക്കി. ഇവർ വന്ന് നോക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ഭക്ഷണം, ഈ കൊല്ലാൻ വന്നവർ കുറച്ച് ഭക്ഷണം കൊടുത്തു. അവരവിടെ ഒരു മാടമൊക്കെ കെട്ടി അവരവിടെ താമസം ആരംഭിച്ചു. ദൈവമക്കളെ, അവിടെ ഒരു മിഷൻ ആരംഭിച്ചു. ക്രിസ്ത്യാനികളെ ഉണ്ടാക്കുന്നിടമല്ല, ഈ വിദ്യാഭ്യാസമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന, രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന, രോഗികളെ ചികിത്സിക്കുന്ന ഒരു ശുശ്രൂഷ ഈ 3 യുവ ജസ്യൂട്ട് വൈദികർ ആ മിഷനിൽ ആരംഭിച്ചു. ഇന്ന് ഏതാണ്ട് 10 വർഷം കഴിയുമ്പോൾ അതൊരു വലിയൊരു പ്രസ്ഥാനം. അവിടെ ഒരു കൊച്ചു സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. അവിടെയുള്ള മക്കളെല്ലാം സ്നേഹത്തോടെ നോക്കുന്ന ഒരു സ്നേഹക്കൂടായിട്ട് അവരുടെ ആ മിഷൻ തീർന്നുവെന്ന് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് Let the mule decide. അതേ മക്കളെ, നിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുന്ന ഇടങ്ങളിലേക്ക് പോകുവാൻ നീ ഒരുക്കമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അതിരുഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും. വിജന നഗരങ്ങൾ ജനനിബിഡമാവുകയും ചെയ്യും. 4-ാം വാക്യം, ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല. യേശു നാമത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിതരായിട്ടില്ലെന്ന്. യേശു നാമത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവർ, യേശു നാമം വിളിച്ചപേക്ഷിച്ചിട്ടുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നൊരു അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടു. അമ്മയ്ക്ക് കിഡ്നി രോഗമായിരുന്നു. അമ്മയ്ക്ക് കിഡ്നി രോഗം 12 mm വലിപ്പമുള്ളൊരു സ്റ്റോൺ കിഡ്നിയിലിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർമാരും ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, സമയമാകുമ്പോൾ വിളിച്ചോളാം, ഒരു ട്യൂബിട്ട് അമ്മയെ പറഞ്ഞു വിട്ടു.
അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, വെള്ളം വെഞ്ചരിച്ചു, മണ്ണ് വെഞ്ചരിച്ചു, ആ അമ്മ തിരിച്ചു പോവുക. അമ്മയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു അമ്മ ധൈര്യമായിട്ടൊക്കെ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അന്ന് ആ വെള്ളമൊക്കെ കുടിച്ചു പോയി കിടന്നു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അമ്മയ്ക്കൊരു ദർശനം കിട്ടും. അമ്മയ്ക്ക് നല്ല വേദനയുണ്ടായി. അമ്മ നോക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ആരാടം ഞെക്കി പിടിച്ചേക്കുന്നു, അമർത്തി പിടിച്ചിരിക്കുന്ന. ദൈവമക്കള്, ഈ അമ്മ പറയുന്നത് ഇതാണ്: അമ്മയുടെ അടുക്കൽ വന്നത് അന്തോണിയോസ് പുണ്യാളനായിരുന്നു. അന്ന് വൈകുന്നേരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ കോൾ കിട്ടിയാണ്, അമ്മയുടെ ഓപ്പറേഷൻ ടൈം ആയിട്ടുണ്ട്, അതിനുള്ള സംഗതികൾ റെഡി ആയിട്ടുണ്ട്, വന്നുകൊള്ളുക. അമ്മ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഓപ്പറേഷന് വേണ്ടി ചെന്നു, അവർ അനസ്തേഷ്യ കൊടുത്തു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം 1 മണിക്കൂർ കൊണ്ട് തിരിച്ചിറക്കി. അന്ന് വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അമ്മയുടെ കിഡ്നിയിൽ അങ്ങനത്തെ ഒരു സ്റ്റോൺ ഇല്ല. ഹല്ലേലൂയ! നിന്റെ കൂടാരം നീ വിശാലമാക്കിയാൽ, ദൈവത്തിന് വേണ്ടി നീ ഒരുക്കുന്ന കൂടാരങ്ങൾ വിശാലമാക്കിയാൽ, ഹല്ലേലൂയ, നീ ലജ്ജിതയാവില്ല പൈതലേ. ഒരു ചേച്ചി ഇന്ന് ധൈര്യത്തോടെ പറയുന്നുണ്ട്: ദൈവമക്കളെ, ഒന്നും കൊടുക്കാത്ത ഒരുത്തനാണ് നിന്ന് പ്രസംഗിക്കുന്നത്. നല്ല ഉറപ്പുണ്ട് എനിക്ക്. ഒന്നും കൊടുക്കാത്ത ഒരുത്തനായി നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ വിശ്വാസം, നമ്മൾ പറയുക, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇവിടെ വരുന്നതിന് എനിക്ക് വിമർശനങ്ങളുണ്ട്, എനിക്ക് തടസ്സങ്ങളുണ്ട്. പക്ഷെ ആരും ചോദിച്ചാലും ഞാൻ നുണ പറയാറില്ല. ഞാൻ നാഗമ്പടത്തെ പള്ളി പ്രാർത്ഥിക്കാൻ പോവാ. വില കൊടുത്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് പ്രതിഫലമുണ്ടെന്ന്. ഹല്ലേലൂയ! ഭയപ്പെടണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവില്ല. കർത്താവിന്റെ ഗ്യാരണ്ടിയാ മക്കളെ. ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് ഈ വചനം കേട്ടുകൊണ്ട് ദൈവ പൈതലെ, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക: നിനക്ക് ലജ്ജിക്കാണ്ട ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. You will forget your past. You will forget your past. അനേകം മക്കള് വലിയ കുറ്റബോധങ്ങളിൽ നിന്ന് ജീവിക്കാം മക്കള്. ദൈവം പോലും ആഗ്രഹിക്കാത്തൊരു കുറ്റബോധം. ഒരു അമ്മച്ചി, ഒത്തിരി പ്രായമുള്ളൊരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒറ്റ കരച്ചിൽ, പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. ഈ അമ്മച്ചിയുടെ മകന് മാനസിക രോഗമാണ്. അമ്മച്ചി കുറച്ചു നേരം കഴിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു: അച്ഛാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എൻ്റെ കൊച്ചിന് ഈ അസുഖം വരാൻ ഞാനാ കാര്യം. ഞാൻ ചോദിച്ചു: അമ്മ എന്തിനാ കാര്യമാകുന്നത്? അമ്മ എങ്ങനെ കാരണമാകുന്നത്? ഇവർ വിദേശത്തായിരുന്നു, വിദേശത്തെ ഏതോ ഒരു രാജ്യത്ത്. അങ്ങനെ ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത കുട്ടിയെ ഗർഭം ധരിച്ചു. കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കുഞ്ഞിനെ നോക്കാൻ ആളില്ല, ബേബി സിറ്റിങ്ങിന് ആളില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇവർ തീരുമാനമെടുത്തു, ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാം. ദൈവമക്കളെ, ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് വൃദ്ധപ്രായത്തിൽ നിൽക്കുമ്പോൾ ഈ അമ്മ കുറ്റബോധം, ഞാൻ ചോദിച്ച അമ്മ കുമ്പസാരിച്ചതല്ലേ? At least respect and believe the sacrament of confession. ഞാൻ പറഞ്ഞു, at least believe and respect the sacrament of confession. അതെ മക്കളെ, നീ പാവമൊക്കെ ചെയ്തു, പക്ഷേ നീ കുമ്പസാരം എന്ന കൂദാശയെ മാനിക്കണം. കുമ്പസാരം എന്ന കൂദാശയുടെ ശക്തിയെ നീ അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അമ്മ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞു തന്ന ദൈവം മറന്നു കളഞ്ഞതാണ് അമ്മയുടെ ഈ പാപം. ഇന്ന് അമ്മയെ ഇത് ഓർമ്മിപ്പിച്ചു തരുന്നത് പിശാചാണ്. മക്കളെ, ഇന്നലകളുടെ ഭാരം. Be free my child. Be free my child. നിന്റെ പാപത്തെ കർത്താവ് പറഞ്ഞു ആഴിയുടെ ആഴങ്ങളിലേക്ക് അതിനെ തള്ളിക്കളയുന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം നീയും നിന്റെ പാപവും തമ്മിലുണ്ടെന്ന് 103 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇതാ, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം നീയും നിന്റെ പാപവും തമ്മിലുണ്ടെന്ന്. ഹല്ലേലൂയ! മക്കളെ മതി. നിന്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്നത്, നീ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞത് നിന്റെ ദൈവം ക്ഷമിച്ചിരിക്കുന്നു. Forget the past. നീ അനുതപിച്ച, നീ പരിഹാരം ചെയ്ത ഇന്നലെ ഓർത്ത് ഇനി നീ ദുഃഖിക്കല്ലേ. ഹല്ലേലൂയ! നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കില്ല. മക്കളെ, വല്ലാത്ത ദുഃഖവും വേദനയുമാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ ക്ലിയർ ആവും. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. ഹല്ലേലൂയ! ഹല്ലേലൂയ! നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർമ്മിക്കുകയുമില്ല.
നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ദൈവമക്കൾ, ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയെ പോലെ ഇസ്രായേൽ ഇതാ ബാബിലോൺ ദേശത്ത് അലഞ്ഞു തിരിയുക. ഹല്ലേലൂയ. ദൈവ പൈതല്, നീ ദൈവത്തിന് എത്രയോ മക്കൾ ഈ ദിവസങ്ങളൊക്കെ ആൾക്കാരെ വന്ന വിധവമാരായ അമ്മമാര്, ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ആരാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ഈ അച്ഛൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, വിധവയുടെ ദുഃഖം അത് മറ്റാർക്കും മനസ്സിലാവില്ല. ഒരു വിധവയെ അനുഭവിക്കുന്ന ദുഃഖം, മക്കൾ ഇത് കേൾക്കണം, ഇത് മക്കൾ തിരിച്ചറിഞ്ഞോണം. അപ്പന്മാര് മരിച്ച അമ്മ മാത്രമേ ജീവിച്ചിരിപ്പുള്ളെങ്കിൽ മക്കൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്നത് ഒരു വിധവയുടെ ദുഃഖം, ഒരു വിധവയുടെ ദുഃഖം ആരുമില്ലായ്മയുടെ ദുഃഖമാ. ആ ദുഃഖം ലോകത്തിൽ മറ്റാരും അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറയുകയാ, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടില്ല, കൊച്ചിൻ്റെ സാക്ഷ്യം ഓർക്കുന്നില്ലേ? അവള് 12ാം ക്ലാസ്സിൽ, അവളുടെ അനിയൻ 10ാം ക്ലാസ്സിൽ മരിക്കുമ്പോഴാണ് അപ്പൻ ഒരു സായാഹ്നത്തിൽ ഒരു സൈലൻ്റ് അറ്റാക്കിൽ അങ്ങ് മരിക്കുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വീട്ടിലേക്ക് ഇതാ ശവമഞ്ചം വരിക. മക്കളെ, എല്ലാവരും ഓർത്തു ചിറകൊടിഞ്ഞെന്ന്, എല്ലാവരും വിചാരിച്ചു ചിറക് വെട്ടിയെന്ന്. പക്ഷേ പിന്നീട് മറ്റുള്ളവർക്ക് തിരിച്ചറിഞ്ഞു, ദൈവം സ്വർഗച്ചിറക്, സ്വർണ്ണച്ചിറക്, ദൈവച്ചിറക്, ആ വെട്ടിയ ചിറകിന്റെ ഭാഗത്ത് ദൈവം വെച്ച് പിടിപ്പിച്ചെന്ന്. ഈ മൂത്ത കുട്ടി, അവളെ ദൈവം ഭയങ്കരമായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, മെഡിസിന് പോകണം, അവൾക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽസ് ഇപ്പോൾ അവിടെ പോയി പഠിക്കണം എന്ന ആഗ്രഹം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൾ എന്താഗ്രഹിച്ചോ അത് സാധിച്ചു കൊടുത്തു. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായി ഉന്നത വിജയത്തിലേക്ക് കടന്നു വന്നിരിക്കുക. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ ദൈവത്തിന്റെ ഭർത്താവായി മാറുന്ന അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിപ്പെണ്ണ് വന്ന് പ്രാർത്ഥിക്കാൻ, അവളുടെ ഭർത്താവ് മരിച്ചു, അപകടത്തിൽ മരിച്ചു. അവള് കൊച്ചു പൊടിക്കുഞ്ഞുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ഓർത്തു, ദൈവമേ എന്താ പറയണ്ടേ? ഈ മകൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുക, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാവോ? എന്തിനാ കുഞ്ഞെ പ്രാർത്ഥിക്കണ്ടേ? എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ, എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് കരുത്ത് ലഭിക്കാൻ വേണ്ടി. മക്കളെ, ചിറക് നഷ്ടപ്പെടുകയല്ല, ദൈവം ചിറക് വെച്ച് തരും നിനക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടണ്ട, നീ ലജ്ജിതയാവില്ല. പ്രോമിസ് മൈ ചൈൽഡ്, നീ ലജ്ജിതയാവില്ല. നോക്കിക്കോ, ഈ കൂടാരത്തിരിക്കുന്ന വ്യക്തി, ലജ്ജിതനായ നിന്നോട് കർത്താവ് പറയുന്നത്, നീ ലജ്ജിതനാവില്ല, നീ അപമാനിതനാവില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ്, ഗോഡ് ഓഫ് ആർമീസ്, ഗോഡ് ഓഫ് സബാവോത്ത്, ശക്തനായവൻ, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് നിന്റെ ഭർത്താവിന്റെ പേര്. അതെ വൈതല, നീ ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ വിചാരിക്കുമ്പോൾ, നിനക്ക് ആരുമില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഓർത്തോണം, നീ ഒരു അനാഥനാണെന്ന് വിചാരിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ അപ്പൻ സ്വർഗത്തിൻ്റെ ഉടയവനാണെന്ന്. നീ ഒരു പരദേശിയാണെന്ന് കരുതുമ്പോൾ നീ അറിഞ്ഞോണം, നിന്റെ രാജാവിൻ്റെ പേര് ദൈവമെന്നാണെന്ന്. ഹല്ലേലൂയ. അവിടുന്ന് പരദേശിക്ക് രാജാവാണ്, അവിടുന്ന് അനാഥന് അപ്പനാണ്, അവിടുന്ന് വിധവയ്ക്ക് ഭർത്താവാണ്. ഹല്ലേലൂയ. He gives a double portion. He gives a double portion. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവസേന നിലവിളിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, He gives you double portion. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചന. ജനത്തോട് പറയുക, the holy one of Israel is your redeemer. പരിശുദ്ധനായ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് വിടുതൽ തരുവാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഏതാനും വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം.
പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ പോലെ സംതൃപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു. A second chance. God gives you a second chance. അതേ മക്കളെ, ഒരിക്കൽ കൂടി ജീവിക്കാൻ. വിവാഹ മോചനത്തിന് കേസ് ഫയൽ ചെയ്തിട്ട് ഇരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. He gives you a second chance to live a holy, a heavenly life. പറഞ്ഞ ഹല്ലേലൂയ. അതാ മക്കളെ, വിവാഹമോചനത്തിന് വക്കിലിരിക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. Right now, this evening, he gives you a second chance. ഹല്ലേലൂയ. ഇതാ ഭാര്യയെ പോലെ സംതൃപ്ത ഹൃദയായി നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ കർത്താവ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക. 10ാം വാക്യത്തിലേക്ക് വരിക. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. അതേ മക്കളെ, ദൈവത്തിന്റെ പേര് ഹെസദ്, കരുണ. ദൈവത്തിന്റെ പേര് കരുണ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം, unshakable love of me, mine, hallelujah, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരും. ദൈവമക്കളെ, ധൈര്യപ്പെട്ടോ മക്കളെ. ഇന്നീ കൂടാതെ പരിശുദ്ധാത്മാവ് അച്ഛനിഷ്ട നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടാൻ വേണ്ടി പറഞ്ഞ വാക്കാന്ന്. I believe this is God's word, and this is powerful, and this is active, and this is creative. ദൈവത്തിന്റെ ശക്തിയുള്ള വചനമാണ്. ദൈവത്തിന്റെ സജീവമായ വചനമാണ്. ദൈവത്തിന്റെ സൃഷ്ടി ചെയ്യുന്ന വചനമാണിത്. ഹല്ലേലൂയ. മലകൾ അകന്നു പോയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാം മക്കളെ. മലകൾ ഇടിഞ്ഞു പോയെന്ന് വന്നേക്കാം. കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം. ഇതാ വെള്ളപ്പൊക്കമുണ്ടായി, ഇതാ ഉരുളുപൊട്ടി, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം. എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം ആകാശത്തു നിന്ന് പെയ്യുക മക്കളെ, പൊന്നുതമ്പുരാന്റെ സ്നേഹം. അതുകൊണ്ട് ഇടയ്ക്ക് ചില ദിവസങ്ങളിലെങ്കിലും തോരാമഴ പെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയോ? തോരാമഴ പെയ്യുമ്പോൾ ഓർത്തോണം, എൻ്റെ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. 11ാം വാക്യം. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ. ഇസ്രായേലിന്റെ പേരുകളായി പറഞ്ഞത്. അടുത്ത വാക്യം ശ്രദ്ധയോടെ കേട്ടെ. ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ല് കൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. അതേ മക്കളെ, തകർക്കപ്പെട്ട ഇസ്രായേലിനോടാ പറയുന്നത്. ദൈവത്തെ വെല്ലുവിളിച്ച ഇസ്രായേലിനോടാ തമ്പുരാൻ കർത്താവ് പറഞ്ഞത്. വിപ്രവാസത്തിൽ കിടന്ന ഇസ്രായേലിനോടാ ദൈവം പറയുന്നത്. ഇന്ന് നിന്നോടാ പൈതല് തമ്പുരാൻ കർത്താവ് പറയുന്നത്. ഇന്ദ്രനീലം കൊണ്ട് അവിടുന്ന് അടിസ്ഥാനം ഇടാൻ പോവുക. ഇതാ അഞ്ജനക്കല്ല് കൊണ്ട് നിന്നെ നിർമ്മിക്കാൻ പോവുക. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കാൻ കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും. അവർ ശ്രേയസാർജിക്കും. ദൈവമക്കളെ, ഒരു പുതിയ ശോഭ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ മഹത്വം ഇന്ന് തകർക്കപ്പെട്ട നിനക്ക്, വീണുപോയ നിനക്ക് ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗരോഹിത്യത്തിൽ ഒരുപക്ഷെ വീണ് കിടക്കുകയായിരിക്കാം. സന്യാസത്തിൽ ഒരുപക്ഷെ വീണ് പോയിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ടാവാം. ഇതാ പൊന്നു കർത്താവ് ഇന്ദ്രനീലം കൊണ്ട്, ഇതാഞ്ജന കല്ലുകൊണ്ട്, പത്മരാഗം കൊണ്ട്, പുഷ്യരാഗം കൊണ്ട്, രത്നം കൊണ്ട് നിന്നെ പടുത്തുയർത്താൻ പോകുന്നു. കർത്താവ് അരുളി ചെയ്തു, നീ ശ്രേയസാർജിക്കുക. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് ഇരുകരങ്ങൾ വന്ന് സ്വർഗത്തിലേക്ക് നീട്ടയ്ക്ക്. ഇന്നലെ വരെ അപമാനിതയായിരുന്നു, ഇന്നലെ വരെ പരിത്യക്തയായിരുന്നു, ഇന്നലെ വരെ ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു. ഇന്ന് ദൈവത്തിനെ സ്വന്തമാക്കുന്നു, ദൈവത്തിനെ പടുത്തുയർത്തുന്നു. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച, കൈയടിച്ച. സർവശക്തനായ ദൈവമേ, വലിയ സന്തോഷത്തോടെ പുതിയ കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു, പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. കൂപ്പുകൈക്കുരുന്നുമായി ഓ യേശുവേ, വന്നു കാത്തിടുന്നു ഞാൻ. അങ്ങയുടെ
പാദാന്തികത്തിൽ കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ ദേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവർ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ ഓ ദൈവമേ നിന്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടുതരിക. ഭക്തികൾ സമസ്തവും കാസയിലെ വീഞ്ഞ് പോലെ പിലാസയിലെ അപ്പം പോലെ കൈവരിക്കുവാൻ തരൂവർ സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, കരങ്ങളെ ഉയർത്തിക്കൊട്ടി വണങ്ങിടുന്നങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന മക്കള്, ഇന്ന് പാതിരാവോളം കടന്നു വരാനിരിക്കുന്നവര്, ഏകദേശം 2 ലക്ഷത്തോളം മക്കള് പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വേദനിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, ആശുപത്രിയിൽ ഭവനങ്ങളിൽ കഴിയുന്ന രോഗികള്, ICUലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, മാരക രോഗങ്ങളും മഹാരോഗങ്ങളുള്ളവര്, ക്യാൻസർ രോഗങ്ങള്, ട്യൂമർ രോഗങ്ങള്, മാനസിക രോഗങ്ങള്, വിഡ്സ് രോഗങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകള്, മരണകരമായ അവസ്ഥകള്, ശരീരം തളർന്നു പോയവര്, കോമയിലായിരിക്കുന്നവര്, തകർന്ന വിവാഹ ബന്ധങ്ങൾ, ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവര്, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിയുന്ന, മാതാപിതാക്കളും മക്കളും കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, വീട് വിട്ടുപോയി ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്നവര്, പലതരത്തിൽ ബന്ധനങ്ങളായിരിക്കുന്നവര്, സാമ്പത്തികമായി തകർന്ന കടക്കണികളായിരിക്കുന്നവര്, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, മദ്യപാനം, മയക്കുമരുന്ന് തിന്മകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, വീട് വിട്ടുപോയവര്, വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, കടുത്ത ദുഃഖം, നിരാശ, കോപം, ഭയം, ആത്മഹത്യ പ്രവണതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, വിശുദ്ധനായ തീക്ഷണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീക്ഷണതയുള്ള ധാരാളം ആത്മായ പ്രേക്ഷിതരെ തരണേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ വന്നിട്ട് നിയോഗങ്ങള്, ഈ സമയത്ത് നീങ്ങുന്ന മനസ്സോട് ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ, 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 യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥതയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യോണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച്
ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കേ. ഇതാ കർത്താവ് കരുണയോടെ നിന്നെ നോക്കുക. ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പെയ്യുന്നത് പോലെ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കൃപ പെയ്യുന്ന നിമിഷമാ, അഭിഷേകം പെയ്യുന്ന നിമിഷമാ, സൗഖ്യം പെയ്യുന്ന നിമിഷമാ. നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശുവേ. അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേര്, ഒരുപാട് നൊമ്പരം, ഒരുപാട് വേദന, ഒരുപാട് ദുഃഖങ്ങളാ, ഒരുപാട് തകർച്ചകളാ. യേശുവേ, യേശുവേ, യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും വരുന്ന നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രിയിലും രോഗക്കിടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, യേശുവേ. ലഭിച്ചു തരണമേ എന്ന സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനുഷ്യരണത്തോടു കൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ ഇന്നും കൃതജ്ഞതാപൂർവ്വം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും
ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വൈദികർ ഒന്ന് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ മക്കൾ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവരുടെ വിശുദ്ധന്റെ ബാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 ഇതാ ഒരു കൃപ നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ഒരഭിഷേകം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ഒരനുഗ്രഹത്തിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ദിവ്യ കാരുണ്യനാഥൻ ഇതാ എഴുന്നള്ളി വരുന്നു. യേശുവിൻ നാമം കൈകൾ കൊട്ടി യേശുവിൻ നാമം കൈകൾ കൊട്ടി കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിലവിളിച്ച് വാദിച്ച മക്കളെ ഈശോയേ ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാൽവ് സംബന്ധമായ രോഗങ്ങൾ 27 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, വലിവിന്റെ രോഗപീഠകള്, ഇൻഹൈലർ ഉപയോഗിക്കുന്ന അവസ്ഥകള്, കുഞ്ഞുങ്ങള്, ബ്രീത്തിങ് ട്രബിൾ ഉള്ള കുഞ്ഞുങ്ങള്, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 30-ലധികം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, ബ്രെയിൻ സർജറികൾ വേണ്ടവര്, ഹെമറേജസ് വന്നിട്ടുള്ള മക്കള്, സ്ട്രോക്കുകൾ വന്നിട്ടുള്ള മക്കള്, 40-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷീല എന്ന പേരുള്ളൊരു മകളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസ് എന്ന പേരുള്ളൊരു മകനെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയി എന്ന പേരുള്ളൊരു മകനെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദീപിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജേഷിനെ കർത്താവ്
അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീബായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലീനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അജിത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തൈറോയ്ഡ് രോഗപീഠകള്, തൊണ്ടയിലെ മുഴയുള്ള മക്കള്, തൊണ്ട സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി സംബന്ധ രോഗങ്ങള്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന മക്കള്, കിഡ്നി സംബന്ധമായിട്ട് മാരക അവസ്ഥകളിലൊക്കെ ആയിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് ഏതാനും പേര് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 18ഓളം മക്കള് ഡയാലിസിസിന് വിധേയരാകുന്ന മക്കളുണ്ട്. ഡയാലിസിന് വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ള മക്കളുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. 18ഓളം പേര് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കള്, ബോൺ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗപീഠകള്, മുട്ടിന്റെ നട്ടെല്ലിന്റെ ഒക്കെ രോഗപീഠകള്, അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 28 മക്കളോളം സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠ മൂലം ക്ലേശിക്കുന്ന 22ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോയ മക്കള്, 70-ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കള്, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, 2000-ലധികം മക്കൾക്ക് ഉന്നത വിജയത്തിന്റെ അഭിഷേകം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മക്കള്, ഈ ദിവസങ്ങളിൽ സർജറികൾക്കൊക്കെ വിധേയരാകുന്ന മക്കള്, അല്പം സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ കഴിയുന്ന മക്കള്, ഈശോ കർത്താവ് 14ഓളം പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 27 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന പക്ഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കരകളടിച്ച ദൈവത്തെ വാഴ്ത്തി പാടാം. വിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. വിശിഹാനൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും വിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ വിശിഹാദം ദിവ്യനിണം വാഴ്ത്തിടുവിൻ. പരനിരയാളൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.
സാഷ്ടാംഗം വീണുന ഏറ്റവും മഹത്താമി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾ കീഴും പുനരായ്മയ്ക്കേയും തീർക്കുക വിശ്വാസം ദൈവപിതാവിന് തന്നെ ഗജാതന സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പവനാത്മാവിനും ഔവീതം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൊദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെ രക്തത്തിന്റെ ദിവരഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്ഥലമുയർത്തി എല്ലാ മക്കളൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ 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 ഈശോയെ. കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറക്കി പ്രാർത്ഥിക്കുക, ശംഖുപട്ടി പ്രാർത്ഥിക്കുക. ഈശോ നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്. ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ഇവിടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. ഈശോയേ ഈശോയേ ഈശോയെ ഈശോയെ ഈശോയെ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങിപ്പോവല്ലേ. ഈശോയെ വെറുകയ്യാട്ട് ആരെയും പറഞ്ഞു വിടല്ലേ. ഈശോ ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ലേ. ഈശോയെ 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 എന്റെ ഈശോയെ ഈശോയെ